നമസ്കാരം, വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നാളെ രാവിലെ 7 മണി മുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങും, തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി തുടങ്ങും. പക്ഷേ ഇന്ന് രാവിലെ 2 പത്രങ്ങളിൽ, ആ പത്രങ്ങളുടെ പേരൊന്നും തൽക്കാലം ഒരു പൊതു ചർച്ചയിൽ പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. 2 പത്രങ്ങൾ, ഈ 2 പത്രങ്ങൾ അത് ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന 2 പത്രങ്ങളാണ്. ആ 2 പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ തികഞ്ഞ വർഗീയത വിളമ്പുന്ന, അതായത് ഒരു LDF സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പി സരിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ഒരു പരസ്യം, അത് ഒരു ഇടതുപക്ഷ അനുയായിക്ക് പോലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല, ഒരു CPM പ്രവർത്തകർ പോലും അംഗീകരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളത്. ഇത്രയും വർഗീയത പറയുന്ന ഒരാൾ കേരളത്തിൽ പി സരിനെ പോലെ ഒരാൾ ഉണ്ടോ എന്ന്, മറ്റൊരാൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും പച്ചയായിട്ട് വർഗീയത വിളമ്പുവാൻ പി സരിനൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഇത് ഈ ഇലക്ഷൻ സമയത്ത് പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനൊക്കെ ഒരുപാട് മാനദണ്ഡങ്ങൾ നിലനിൽക്കെ ആ മാനദണ്ഡങ്ങൾക്കെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പി സരിൻ ഇട്ടിരിക്കുന്ന ഒരു പരസ്യം, അത് വ്യക്തിഹത്യ മാത്രമല്ല, അതിനകത്ത് RSS പോലുള്ളൊരു സംഘടനയെ പൂർണ്ണമായിട്ടും അവഹേളിക്കുന്ന രീതിയിലുള്ളൊരു പരസ്യം എന്ന് പറയേണ്ടി വരും. പച്ചയായിട്ട് വർഗീയത പറയുന്ന ഒരു പരസ്യം എന്ന് പറയേണ്ടി വരും. കാരണം കയ്യപ്പദാസ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തത വരുത്തിയ ചെറിയൊരു വെടികൊണ്ടു എന്നുള്ള അത് ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം എന്നൊക്കെ പറയുന്നത് ഈ കേരളത്തെക്കുറിച്ച് പി സരിൻ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പി സരിനെ പോലെയുള്ള ഒരാൾക്ക് ഒരു MLA ആകാൻ വേണ്ടിയിട്ട് ഇവിടെ വർഗീയ ലഹള വരെ സൃഷ്ടിക്കുവാനായിട്ട് ഇയാളൊക്കെ തയ്യാറാകും എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ പി സരിൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ ഈ പത്രപരസ്യം ഇന്ന് രാവിലെ യഥാർത്ഥത്തിൽ കേരളം ഞെട്ടിപ്പോയൊരു സംഭവമാണ്. ഇത് കേവലം പി സരിൻ്റെ അടുക്കളയിൽ വെന്ത ഒരു പരിപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ വേവിച്ചെടുത്തിരിക്കുന്നത് CPMൻ്റെ അവിടുത്തെ ജില്ലാ നേതാക്കന്മാരും MP രാജേഷിനെ പോലെയുള്ള AK ബാലനെ പോലെയുള്ള വിവരദോഷികളായ ഈ CPMൻ്റെ നേതാക്കന്മാരുമാണ് നമ്മളിൽ കാണേണ്ടത്. കേവലം സരിന് മാത്രമായിട്ട് അത്തരത്തിലൊരു പരസ്യം കൊടുക്കാൻ പറ്റില്ലെന്ന് നമുക്കറിയാം. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, അല്ലാണ്ട് പൂർണ്ണമായും സ്വതന്ത്രനായ ഒരു സ്ഥാനാർത്ഥിയല്ല എന്ന് നമ്മൾ കാണണം. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയത്, ഇദ്ദേഹം ഈ സിവിൽ സർവീസൊക്കെ പാസ്സായി ജോലിയൊക്കെ ചെയ്ത് അത് രാജിവെച്ചിട്ടാണ് പൊളിറ്റിക്സിലേക്ക് വന്നത്. ഇത് രാജിവെച്ച് CPM കേന്ദ്രത്തിലേക്ക് വരുമ്പോഴേക്ക് എങ്ങനെയാണ് ഇത്രയും വിവരദോഷിയായി മാറുന്നത് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് അത്ഭുതപ്പെടുന്നതാണ്. കാരണം മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വിവരദോഷം കൊണ്ട് സംഭവിച്ചാന്ന് വരിക. ഇദ്ദേഹം ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം പഠിച്ച് ഒരു കേവലമായ ഒരു ഡോക്ടർ മാത്രമല്ലല്ലോ അദ്ദേഹം. അത്രയ്ക്ക് വിവരം ഉണ്ടായിരുന്ന ഒരാൾ, ഇയാൾ എങ്ങനെയാണ് ഈ വിവരദോഷ പരിപാടിക്ക് കൂട്ടുനിന്നത് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. പിന്നെ മാത്രമല്ല, എന്തിനാണ് സിറാജ് പത്രത്തിലും അതുപോലെ തന്നെ സുപ്രഭാതം പത്രത്തിലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരസ്യം കൊടുത്തതെന്ന് വെച്ചാൽ കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. കാരണം ഇത് രണ്ടും മുസ്ലിം സംഘടനകളുടെ മേൽവിലാസത്തിൽ ഇറങ്ങുന്ന 2 പത്രങ്ങളാണ്. ഈ പത്രങ്ങൾ പൂർണ്ണമായും മുസ്ലിം സമുദായക്കാരായ ആളുകളുടെ വീട്ടിൽ മാത്രം വരുത്തുന്ന പത്രമാണ്. അപ്പം നേരിട്ടൊരു വർഗീയത അടിച്ചേൽപ്പിക്കാൻ വേണ്ടി, ഇഞ്ചക്ട് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട് അവസാന ലാപ്പിൽ കൊണ്ടുവച്ച ഒരു തന്ത്രമാണ് ഇത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദീപ് വാര്യർക്കെതിരെ ഇവർ 2 പേരും നടത്തിയ ചില പ്രയോഗങ്ങളുണ്ട്, വർഗീയ കാളകൂട വിഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ സെയിം സാധനം തന്നെയാണ് പത്രപരസ്യമായിട്ട്. അതായത് പോരാളി ഷാജിയുടെ പേജിൽ വരുന്ന പോലെയുള്ള ഒരു പരസ്യം. അതെ, ഇപ്പൊ ഈ 2 പത്രങ്ങളിൽ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുമ്പോഴും അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുടെ അനുമതി മേടിച്ചതിന് ശേഷം മാത്രമാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അതായത് വിഭാഗീയത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് വർഗീയത ഉണ്ടാക്കുന്ന, നമുക്കറിയാലോ എന്താണ് ഈ തൃപ്പൂണിത്തുറ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസ് എന്താണ്? ശബരിമല ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിനേക്കാൾ ഗുരുതരമായ ഒരു പത്രപരസ്യമാണ് ഇന്ന് വന്നത്. അത് കുറച്ച് പോസ്റ്റർ ഒട്ടിച്ചു എന്നുള്ള മാത്രമായിരുന്നു. ഇത്തരത്തിൽ എങ്ങനെയാണ് CPM പോലുള്ള വലിയ പുരോഗമന ആശയക്കാരായ ഒരു പാർട്ടി എങ്ങനെയാണ് സരിനെ കൊണ്ട് ഇത്തരത്തിലൊരു കൊടും ക്രിയ ചെയ്യിപ്പിച്ചതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ അവർ എത്രമാത്രം ദയനീയാവസ്ഥയിലാണ് ഈ പാലക്കാടൻ ഇലക്ഷനിൽ വന്നു ചേർന്നിരിക്കുന്നത്. അവരുടെ പരാജയ ഭീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് മാത്രമല്ല, വലിയ രീതിയിൽ വോട്ട് ചോർച്ച അവർക്കിടയിൽ ഉണ്ടാവുന്നു എന്നത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങൾക്കെതിരെ, സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രയോഗവും ഏതാണ്ട് ഇതിന് സമാനമാണ്.
അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ എം പി രാജേഷും AK ബാലനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് വലിയ രീതിയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക, ഇതിലൂടെ വോട്ട് ശേഖരിക്കുക, എങ്ങനെയെങ്കിലും ജയിക്കുക. അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി നടക്കുന്ന പിണറായി വിജയന്റെ ഭരണത്തിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് മേടിക്കാൻ പറ്റില്ല എന്നറിയാം. അല്ല, ഇത്രയൊക്കെ വർഗീയത പറയുന്ന ഈ സരിനെ, പി സരിനെ, അതായത് ഡോക്ടർ പി സരിൻ IAAS ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ മതേതര മനസ്സിലേക്കുന്ന ഏറ്റവും വലിയ മുറിവല്ലേ? ഇതൊന്നും യഥാർത്ഥത്തിൽ ഇത്തരം പരിപ്പുകളൊന്നും കേരളത്തിൽ വേവില്ല എന്നുള്ള കാര്യം സരിൻ മനസ്സിലാക്കില്ല. കാരണം സരിൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് ആകെ 8 വർഷമായിട്ടുള്ളൂ. അതിന് മുന്നേ അദ്ദേഹത്തിന് ഏതെങ്കിലും രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്തൊക്കെയല്ലോ നേടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. അതിനാണല്ലോ പാലക്കാട് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് മറുകണ്ഠം ചാടി സീറ്റ് സംഘടിപ്പിച്ചത്. അപ്പോൾ ജയിക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു, അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന CPM മനസ്സിലാക്കുന്നു. ഈ ഇദ്ദേഹത്തിന് ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ കോമഡി ഷോ ആരുടെയാ? സരിൻ്റെയാണ്. സരിൻ ഓരോ ദിവസവും യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് പലതരത്തിലുള്ള കോമാളിത്തങ്ങൾ വിളമ്പുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചു. ഇപ്പം നമുക്കറിയാലോ, ഒരു നീലപ്പെട്ടിയിൽ ഒരു ട്രോളി ബാഗിൽ നിറയെ കള്ളപ്പണം കൊണ്ടുവന്നു പറഞ്ഞിട്ട് CPM വലിയ രീതിയിൽ പ്രൊപ്പഗണ്ട ഉണ്ടാക്കി. അത് സക്സസ് ആയില്ല. അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതൊന്നും സക്സസ് ആവാതെ വരികയും ഈ BJP പാളയത്തിൽ നിന്ന് സന്ദീപ് വാര്യർ കൂടി ഇവിടെ എത്തിയപ്പോൾ ഇവർക്ക് വലിയ രീതിയിൽ അവിടെ രാഹുൽ മാങ്കൂട്ടൻ ജയിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അതിനെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി ഇനി എന്ത് എന്നുള്ളതാണ് പൂഴിക്കടകൻ അവസാനത്തെ അഭ്യാസം എന്നുള്ള രീതിയിൽ തനി വർഗീയമായി ഇറങ്ങിയിരിക്കുകയാണ് CPMന്റെ ആശീർവാദത്തോടു കൂടി പി സരിൻ കൊടുത്ത ഈ പരസ്യം യഥാർത്ഥത്തിൽ ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്നുള്ള സംശയമില്ല. ഇപ്പം ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്ത വരുന്നത് എന്താണ്? കളക്ടർ വിശദീകരണം ചോദിച്ചിരിക്കുന്നു, വൈകുന്നേരം 5 മണിക്കുള്ളിലായിട്ട് നേരിട്ട് ഹാജരാവണം എന്നാണ്. പത്രം പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ മുതലാളിമാരും പെടും. ഇത്തരത്തിലുള്ള പത്രം എന്തും കൊടുക്കാം, അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. പത്രം എന്ന് വെച്ചാൽ എന്തും കൊടുക്കാം, എന്ത് പരസ്യവും ഞങ്ങൾ മേടിക്കും, കാശ് കിട്ടിയാൽ മതി. ഒരു 6 വർഷത്തേക്ക് എനിക്കൊന്ന് സരിന് വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുമെന്ന് ഇത് വളരെ കൃത്യമായിട്ട് നടപടി സ്വീകരിച്ചു. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നടപടി സ്വീകരിച്ചേ പറ്റുള്ളൂ. കാരണം എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥ വന്നാൽ ഞാൻ പിന്നെ എന്തിനാണ് നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്? നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അത് പിന്തുടരാനും അത് പാലിക്കാനും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഓരോ ആളുകൾക്കും ഇപ്പം CPM ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള സംഘടനയാണ്. എന്നാൽ CPMന് എന്തും ചെയ്യാം. അത്തരത്തിലൊന്നും അങ്ങനെയൊന്നും നിയമം അനുശാസിക്കുന്നില്ല. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് നമ്മുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. അതായത് മൂത്രപ്പുരയില് എഴുതി വെക്കുന്നവന്റെ ഒരു മലീനസമായ ഒരു മനസ്സുണ്ട്. അതിന് തുല്യമായ ഒരു മനസ്സ് പി സരിനുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ വർഗീയത പറഞ്ഞുകൊണ്ട് പരസ്യം പ്രസിദ്ധീകരിക്കാനായിട്ട് പറ്റും. നമ്മൾ കേവലം പി സരിനെ മാത്രം നമുക്ക് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലെന്നേ. CPMന്റെ ജില്ലാ കമ്മിറ്റി, അതായത് പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പാർട്ടിയോ ആയി ബന്ധപ്പെട്ട കൃത്യമായ നേതാക്കന്മാരോ അറിയാതെ ഇത്തരത്തിലൊരു പരസ്യം പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് മന്ത്രി MP രാജേഷും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലനുമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നവർ. ഇവരാണല്ലോ രണ്ടുപേരും ചേർന്നാണല്ലോ സന്ദീപ് വാര്യർക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തതും സർട്ടിഫിക്കറ്റ് കൊടുത്തതും. അദ്ദേഹം മിസ്റ്റർ ക്ലീനാന്ന് പറയുന്നത് നല്ല കേഡറായി വരാൻ സാധ്യതയുള്ള ആളാണെന്ന് പറഞ്ഞത്. ആ കേഡറിന്റെ യാത്ര വഴിമാറിപ്പോയി ലെഫ്റ്റിലേക്ക് കയറേണ്ടത് റൈറ്റിലേക്ക് പോയി. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഒരാൾ ഒരു തെറ്റ് അയാൾക്ക് അത് ശരിയല്ല എന്ന് തോന്നി അത് തെറ്റ് തിരുത്താൻ വേണ്ടി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അയാൾ ഇതുവരെ പിന്തുടർന്ന ചില ആശയങ്ങൾ അത് തെറ്റാണെന്ന് തോന്നി അത് മറ്റൊരു വഴിയിലേക്ക് പോകുന്നു. അതിന് ഇത്രയേറെ ഭയന്നുകൊണ്ട് എന്തിനാണ് CPM അക്രമം നടത്തുന്നത് നമുക്ക് അത്ഭുതം തോന്നി. ഇവർക്ക് ഏത് തരത്തിലാണ് ജനങ്ങളുടെ മുന്നിൽ നോക്കി അഭിപ്രായം പറയാൻ പറ്റുന്നത്? കാരണം ഓരോ ആഴ്ചയിലും അഭിപ്രായങ്ങൾ മാറുകയും ഒരാൾ നല്ലവനാണെന്ന് പറയുകയും അയാൾ ഏറ്റവും കാളകൂട വിഷാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരേ ആൾ തന്നെ പറയാൻ പറ്റുന്ന ജനങ്ങൾ ഇദ്ദേഹത്തെ വിലയിരുത്തില്ലേ? ഇവർ ജനങ്ങൾ തെരഞ്ഞെടുത്താണല്ലോ. അല്ലാതെ ഇപ്പം മുൻ മന്ത്രിയാണ് AK ബാലൻ, CPMന്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹമാണ് ഇതിന്റെ ഒരു വലിയ പ്രയോക്താവ്. MP രാജേഷ് വളരെ സാധ്യതയുണ്ടായ കേരളത്തിൽ ഇനി വലിയ CPMനൊക്കെ നയിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരാളാണല്ലോ MP രാജേഷ്. അയാളാണ് മറ്റൊരു ഇത്തരത്തിലുള്ള ഈ വിവരക്കേടിന് കൂട്ടുനിൽക്കുന്നത്. ഇവർ രണ്ടുപേരും ഇതിനെ വലിയ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ തന്നെ പാലക്കാട്ടെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇല്ലേ? പാലക്കാടിലെ കുറച്ചും കൂടി നല്ല ജനങ്ങളും കുറച്ചും കൂടി കാര്യബോധമുള്ള ആളുകളൊക്കെയാണ്, കാവട്ടി കുറവായ ആളുകളാണ് പാലക്കാടുള്ളതെന്നാണ്. ഈ പാലക്കാട്ടെ ജനങ്ങളെ മൊത്തം വെല്ലുവിളിക്കുന്ന രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ പത്രപരസ്യം നമ്മൾ കാണേണ്ടത്. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഇതിൽ CPMന് വലിയ വില നൽകേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതൊക്കെയാലും പാലക്കാട്ട് സരിൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന വർഗീയത അത്
കേരള രാഷ്ട്രീയത്തിൽ രേഖപ്പെടുത്തും. കേരളത്തിലെ മതേതര മനസ്സിന് ഏറ്റിട്ടുള്ള ഒരു വലിയ മുറിവാണ് എന്നുള്ള കാര്യം പാലക്കാട്ടെ വോട്ടർമാർ നാളെ ബാലറ്റ് പേപ്പറിൽ തെളിയിക്കും എന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.